മുഖ്യമന്ത്രിയും പിണറായി പോലീസിനെയും വെല്ലുവിളിച്ച് SDPI പ്രവർത്തകർ. പിണറായി കായലോട്ട് സദാചാര ഗുണ്ടായിസത്തിന്റെ പേരിൽ യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ SDPI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ വെല്ലുവിളിച്ച് മുഖ്യമന്ത്രിയുടെ വീടിനടുത്തുള്ള പിണറായി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. ഇത് തടയാൻ തലശ്ശേരി ACPയുടെ നേതൃത്വത്തിൽ വലിയ പോലീസ് സംഘവും ഉണ്ടായിരുന്നു. പരസ്യമായി പോലീസിനെ വെല്ലുവിളിച്ചാണ് സംഘം സർക്കാരിനെയും പോലീസിനെയും വെല്ലുവിളിച്ച് മാർച്ച് നടത്തിയത്. അതും ഒരു യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ. ഈ വാർത്ത ആദ്യം സംപ്രേഷണം ചെയ്തത് കർമ്മ ന്യൂസ് ആണ്. ഇതോടെയാണ് അന്വേഷണം ആരംഭിച്ചത്. SDPIക്കാർ കർമ്മ ന്യൂസ് ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകരെ തല്ലണമെന്നുവരെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. അതും വെല്ലുവിളിച്ചാണ് അവരുടെ മാർച്ചിന്റെ വാർത്ത നമ്മുടെ റിപ്പോർട്ടർ പകർത്തി നൽകിയിരിക്കുന്നത്. അതിനിടെ യുവതിയുടെ ആൺ സുഹൃത്ത് പിണറായി പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. ഇയാളുടെ വിശദമായ മൊഴിയെടുക്കും. മയ്യിൽ സ്വദേശി റഹീസ് ആണ് ഇന്ന് പുലർച്ചെ പിണറായി പോലീസിൽ ഹാജരായത്. കേസിൽ ഇയാളുടെ മൊഴി നിർണായകമാണ്. യുവതിയുടെ ആത്മഹത്യക്കുറിപ്പിൽ ഇയാൾക്കെതിരെ പരാമർശമില്ല. എന്നാൽ ആൾക്കൂട്ട വിചാരണ നടന്നു എന്ന പോലീസ് കണ്ടെത്തലിനെ കുറിച്ച് വ്യക്തത വരുത്താൻ റഹീസിന്റെ മൊഴി നിർണായകമാണ്. കായലോട് പറമ്പായിലെ റസീന മൻസിലിൽ റസീനയാണ് ചൊവ്വാഴ്ച വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ പറമ്പായി സ്വദേശികളായ MC മൻസിലിൽ, മുബഷീർ കണിയാന്റെ വളപ്പിൽ, ഫൈസൽ, കൂടത്താൻകണ്ടി ഹൌസിൽ റഫ്നാസ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിരുന്നു. ഇപ്പോൾ റിമാൻഡിലാണ്. കഴിഞ്ഞ ഞായറാഴ്ച സുഹൃത്തുമായി കായലോട് ടൗണിൽ കാറിന് സമീപം റസീന സംസാരിച്ചു നിൽക്കുമ്പോൾ ഒരു സംഘം ഭീഷണിപ്പെടുത്തിയെന്ന് റസീന ജീവനൊടുക്കുമ്പോൾ എഴുതിവെച്ച കുറിപ്പിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിനിടെ യുവതിയുടെ ഉമ്മ ഫാത്തിമ DGP, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ആൺ സുഹൃത്തിനെതിരെ ഗൗരവപരമായ ആരോപണം ഉയർത്തി പരാതി നൽകി. വിവാഹ വാഗ്ദാനം നൽകി റഹീസ് തന്റെ മകളെ ലൈംഗിക പീഡനം നടത്തി വഞ്ചിച്ചു എന്നും പീഡന ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് മകളെ ഭീഷണിപ്പെടുത്തി 20 പവനും 1.5 ലക്ഷം രൂപയും തട്ടിയെടുത്തെന്നും പരാതിയിൽ പറയുന്നുണ്ട്. ഇയാളുടെ കയ്യിലെ ദൃശ്യങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് ഒരിക്കൽ റസീന ആത്മഹത്യക്ക് ശ്രമിച്ചതായും മാതാവ് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ ജൂൺ 15-നാണ് സംഭവം. തലശ്ശേരിക്കടുത്ത് പറമ്പായി സ്വദേശിനിയായ യുവതി കായലോട് ടൗണിൽ വെച്ച് മയിൽ സ്വദേശിയായ ആൺ സുഹൃത്തുമായി സംസാരിക്കുന്നതിനിടെ സംഘം ചേർന്നെത്തിയ SDPI പ്രവർത്തകർ കാർ വളയുകയും യുവതിയെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും യുവാവിനെ അതിക്രൂരമായി മർദ്ദിക്കുകയും പരസ്യ വിചാരണ ചെയ്യുകയും ചെയ്തു. ഇത് പുറം ലോകം അറിഞ്ഞതോടെയാണ് ജൂൺ 17-ന് യുവതി വീട്ടുമുറിയിൽ തൂങ്ങി മരിച്ചത്. 3 പേജുള്ള ആത്മഹത്യാക്കുറിപ്പ് എഴുതിവെച്ചാണ് ആത്മഹത്യ ചെയ്തത്. തുടർന്ന് യുവതിയുടെ പിതാവിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മാനസിക പ്രശ്നങ്ങളാണ് ആത്മഹത്യക്ക് കാരണമെന്ന് FIR-ൽ പറയുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പറമ്പായി സ്വദേശികളായ റഫ്നാസ്, മുഖബഷീർ, ഫൈസൽ എന്നിവർ അറസ്റ്റിലാകുന്നത്. സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. ഇവർക്കായി അന്വേഷണം നടത്തിയിരുന്നു. പിണറായി SI BS ഭവനീഷിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.